ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മളൊരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടോ, നമ്മളിവിടെ ഇല പൊഴിയുന്ന സീസണായി. അപ്പം നമ്മൾ ഇല പൊഴിയുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരു മെയിനായിട്ടുള്ള മൗണ്ടൻ ഏരിയയിൽ വന്നേക്കുവാണ്. നല്ല തണുപ്പുണ്ട്, തണുപ്പ് കാറ്റുണ്ട്, എനിക്ക് തണുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. കുറേയൊക്കെ സ്ഥലങ്ങളിൽ നന്നായിട്ട് കളറൊക്കെ മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണിത്. ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 3 മണിക്കൂറോളം ദൂരമുണ്ട്. ഷെനൻഡോ വാലി നാഷണൽ പാർക്ക് എന്നാണ് ഇതിൻ്റെ പേര്. അധികം തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വന്നത്. പക്ഷെ നല്ല തിരക്കുണ്ട്. കണ്ടോ, ഈ കാറുകളെല്ലാം ഈ ഫോൾസ് കാണാൻ വേണ്ടി വന്നവരുടെയാണ്. നമുക്ക് ഇതിനകത്ത് കയറാൻ വേണ്ടിയിട്ട് പാസ് വേണം. ഒരു $30 ഒരു വണ്ടിക്ക് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ കാടിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നമ്മുടെ വണ്ടിയിൽ ഡ്രൈവ് ചെയ്ത് പോയിട്ട് എല്ലാം കാണാൻ പറ്റും. ഇല പൊഴിയുന്ന കാലത്താണ്, അതായത് ശിശിരകാലത്താണ് ഇവിടെ മരങ്ങളുടെ പച്ച കളറിലുള്ള ഇലകളെല്ലാം പലതരത്തിലുള്ള കളറിലേക്ക് മാറാൻ തുടങ്ങുന്നത്. നമുക്ക് സാധാരണയായിട്ടും മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് എന്നീ കളറിലെല്ലാം ഇലകൾ കാണാൻ പറ്റും. അതിനെ സാധാരണയായിട്ട് ഇവിടെ പറയുന്നത് ഫോൾ ഫൊളിയേജ് എന്നാണ്. നമ്മളീ വന്നിരിക്കുന്നത് ബ്ലൂ റിഡ്ജ് മൗണ്ടനുകളിലുള്ള ഷെനൻഡോ വാലി നാഷണൽ പാർക്കിലാണ്. അപ്പോൾ അതിലൂടെ ഒരു 105 മൈലോളം നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു റോഡാണ് സ്കൈലൈൻ ഡ്രൈവ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഇങ്ങനെ ഫോൾസിന്റെ സീസണിൽ ഇങ്ങനെ നമുക്ക് ക്യാബിനുകളിൽ വന്ന് താമസിക്കാൻ പറ്റും. ഈ കാണുന്നതെല്ലാം ഓരോരോ ക്യാബിൻസ് ആണ്. നമുക്ക് ഈ സമയം ക്വയറ്റ് ആയിട്ടുള്ള ഭയങ്കര ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ക്യാബിനുകളിൽ വന്ന് സ്റ്റേ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫുൾ എക്സ്പ്ലോർ ചെയ്യാം. ഇതിങ്ങനെ ഒരുപാട് കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന ഒരു വാലിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ക്യാബിൻസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഒരുപാട് തിരക്കുള്ള നഗരങ്ങളിൽ ജീവിക്കുന്നതിനേക്കാളും എനിക്കിതുപോലെയുള്ള പ്രകൃതി ഭംഗിയുള്ള സ്ഥലത്ത് താമസിക്കാനാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. ഞങ്ങളും പണ്ട് ഫോൾസിൻ്റെ സമയത്ത് ഇതുപോലെ ഒരു ക്യാബിനിൽ പോയിട്ടുണ്ടായിരുന്നു. ഡെൻവറിലാണ് പോയത്. അതിൻ്റെ ഫോട്ടോസാണ് കേട്ടോ ഇത്. അപ്പോൾ അവിടുത്തെ ഇലകൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണെന്ന് തോന്നാറുണ്ട്. ഇത് നമ്മുടെ ക്യാബിനിൽ നിന്ന് തന്നെയുള്ളൊരു വ്യൂ ആണ്. ഭയങ്കര രസമാണ്. അവിടെ ഒരു ചെറിയൊരു പോണ്ടും ഒക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. ഭയങ്കര റിലാക്സിങ്, എന്താ പറയുക, നമുക്ക് കണ്ണിന് ഇത്രയും ഭംഗിയുള്ള കാഴ്ച വേറെ ഉണ്ടോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ളൊരു സ്റ്റേ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് ചെറിഷ് ചെയ്യുന്ന ഒരു മെമ്മറിയാണത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ റോഡ് സ്കൈലൈൻ ഡ്രൈവ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു റോഡാണ്. കാരണം ഇത് കുന്നിൻ്റെ ചെരുവിലൂടെയാണ് ഈ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കുന്നുകളുടെ സൗന്ദര്യവും എന്താ പറയുക, പ്രകൃതി ഭംഗിയൊക്കെ ഒത്തിരി ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഒരു റോഡാണ്. അപ്പോൾ നമുക്കിങ്ങനെ ചില സ്ഥലങ്ങളിൽ കാണാനായിട്ട് വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. അവിടെയെല്ലാം നിർത്തിയിട്ട് നമുക്ക് കാഴ്ചകൾ വേണ്ടുവോളം കാണാം. അപ്പോൾ അത്രയ്ക്കും ഭംഗിയുള്ളൊരു ഡ്രൈവാണിത്. ഇവിടങ്ങളിൽ ഇങ്ങനെ ഈ ശിശിരകാലത്ത് ഫോൾസ് കാണാൻ പോവുക, അല്ലെങ്കിൽ സ്പ്രിങ്ങിൽ ബ്ലോസംസ് കാണാൻ പോവുക എന്നൊക്കെ പറയുന്നത് ഇവരുടെ ഒരു ജീവിതശൈലിയുടെ ഭാഗമാണ്. ഞങ്ങളും ഏകദേശം 8 കൊല്ലത്തോളം ഇതുപോലെ ഫോൾസ് കാണാൻ വരാറുണ്ട്. പക്ഷെ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഭംഗിയിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് വളരെ കുറച്ച് വർഷങ്ങൾ മാത്രമാണ് കേട്ടോ. ഇത്തവണയെങ്കിലും അത് നന്നായിട്ട് കാണാൻ പറ്റണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങിയത്. എന്തായാലും പ്രാർത്ഥന വെറുതെ ആയില്ല. അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ ഇലകളുടെ എല്ലാം കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ കൊറോണ തുടങ്ങിയപ്പോൾ കഴിഞ്ഞ മാസം ഒരു ആപ്പിൾ പിക്കിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവരതൊന്ന് പോയി കാണണം കേട്ടോ. അപ്പോൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ ഫോൾസിൻ്റെ വീഡിയോ ഇടാമോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തവണ ഫോൾസിൻ്റെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം തിരക്കില്ലാത്ത സ്ഥലങ്ങളിലുള്ള വ്യൂ പോയിൻറ്റ്സ് നോക്കിയിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. പിന്നെ ഈ മാസ്ക് ഒന്നും ഇല്ലാതെ അല്പം ശുദ്ധവായു ശ്വസിച്ചപ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. ഓരോ മരത്തിൻ്റെയും ടൈപ്പ് വെച്ചിട്ട് ഇലകൾക്കെല്ലാം ഓരോ നിറങ്ങളാണ്. മഞ്ഞ മുതൽ ചുവപ്പ് വരെയുള്ള ഒരുപാട് ഷെയ്ഡുകളിൽ നമുക്ക് നിറങ്ങൾ കാണാൻ പറ്റും. ഈ ക്യാമറയിലൂടെ നോക്കുമ്പോൾ അത്രയും ഭംഗിയുണ്ടോ എന്ന് അറിയില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ.
പിന്നെ ഇത്രയും നാൾ ഞങ്ങൾ കൊറോണ കാരണം വീടിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നുകൊണ്ട് ആണോ ഇത്രയും ഭംഗി ഫീൽ ചെയ്യുന്നതെന്നും അറിയില്ല കേട്ടോ. ആരനും ഭയങ്കര ഹാപ്പിയായി. അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഫോൾസ് കാണാൻ പോയി. നമ്മളെന്നാ പോകുന്നതെന്ന് ചോദിച്ചിട്ട് ഒരാഴ്ചയായിട്ട് പുറകെ നടക്കുമായിരുന്നു. പിന്നെ പോകാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ മാറ്റി വെച്ചേക്കുമായിരുന്നു. പക്ഷേ ഇനിയും വെയിറ്റ് ചെയ്താൽ അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോഴേക്കും ഇതൊക്കെ കൊഴിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആഴ്ച തന്നെ വന്നത്. ഇവിടങ്ങളിൽ സാധാരണയായിട്ട് ഇതുപോലുള്ള ഒരുപാട് നാഷണൽ പാർക്സ് ഉണ്ട്. ഈ മലനിരകളിൽ തന്നെ താഴെയുള്ള ഭാഗങ്ങളിൽ ഇലയുടെ കളർ മാറുന്നത് വേറൊരു സമയത്തായിരിക്കും. അതായത് 1-2 ആഴ്ചയൊക്കെ മാറ്റം വരും. നടുക്കുള്ള ഭാഗങ്ങളിൽ വേറെ സമയത്തായിരിക്കും. ഏറ്റവും മുകളിൽ വേറെ സമയങ്ങളിലായിരിക്കും. അപ്പോൾ നമ്മളതെല്ലാം നോക്കിയിട്ട് വന്നാലാണ് നമുക്കതൊരു ഫുള്ളായിട്ടുള്ളൊരു ഭംഗിയിൽ ആസ്വദിക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ പറയാൻ പറ്റില്ല, എങ്ങാനും മഴയൊക്കെ പെയ്യുവാണെങ്കിൽ ഈ ഇലയൊക്കെ കൊഴിഞ്ഞു പോകും. അപ്പോൾ എല്ലാം നന്നായിട്ട് ഇങ്ങനെ പഴുത്ത് നിൽക്കുമല്ലേ. അപ്പോൾ ഈ കൊറോണ കാലത്ത് നമ്മൾ മനുഷ്യർക്ക് മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ. പ്രകൃതിയൊക്കെ പൂർവാധികം ഭംഗിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ആണ് കേട്ടോ മനസ്സിലാവുന്നത്. പല നിറങ്ങളിലുള്ള ഇലച്ചാർത്തുകളിലൂടെ സൂര്യപ്രകാശം ഇങ്ങനെ അരിച്ചിറങ്ങി വരുന്ന ഈ വഴിയിലൂടെയൊക്കെ പോകുമ്പോൾ യാത്ര എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മളതിനെ സ്നേഹിക്കും. പിന്നെ എത്ര ഭംഗിയുള്ള ഇലയാണെങ്കിലും ഒരിക്കൽ കൊഴിഞ്ഞു വീഴും, നമ്മുടെ ജീവിതം പോലെ അല്ലേ. ഇവിടെ നിന്ന് നോക്കിയാൽ അങ്ങ് ദൂരെ ആ മലയൊക്കെ കാണാം. അവിടെയൊന്നും അങ്ങനെ കളറ് ശരിക്കും മാറിയിട്ടില്ല എന്ന് തോന്നുന്നു. ഒരു പച്ചപ്പ് കാണുന്നുണ്ട്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ മലനിരകളെല്ലാം നല്ല മഞ്ഞ നിറത്തിലായിരിക്കും. ഇപ്പോഴേ ഇത്ര ഭംഗിയാണെങ്കിൽ എന്ത് ഭംഗിയായിരിക്കുമല്ലേ അപ്പോൾ കാണാൻ. ഹലോ, ഇപ്പം നമുക്ക് ഇവിടെ ഏകദേശം 4 മണിയോളമായി. അപ്പോൾ നമുക്കിനി വീട്ടിലേക്ക് പോവാം. ആവശ്യത്തിന് കളറൊക്കെ കണ്ടു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത തവണ കാണുന്നവരേക്കും ബൈ.